ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓസ്ട്രേലിയയിലേക്കുള്ള വർക്കിംഗ് ഹോളിഡേ വിസ ഓപ്പൺ ആയിട്ടില്ല. ജൂൺ 4-നാണ് അതിവിടെ ഓപ്പൺ ആവുന്നത്. $25 അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ. ഇതൊരു ലോട്ടറി സിസ്റ്റമാണ്. അപ്പോൾ $25 മുടക്കിയിട്ട് നിങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലക്ക് പരിശോധിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. വീട്ടിൽ 2 പേര് ഇതുപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേരും ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാണ് കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഈ വിസ നിങ്ങൾക്കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 12 മാസം താമസിച്ച് ജോലി ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്ത് ഇങ്ങനെ നടക്കാം. 12 മാസം നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പഠിക്കണമെങ്കിൽ 4 മാസം പഠിക്കാനുള്ള അനുമതിയും ഈ വിസ പ്രകാരം ഉണ്ട്. ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, പാർട്ട്ണറെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ചില വർക്ക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2nd ഇയർ വിസ, ദെൻ 3rd ഇയർ വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വർക്കിൻ്റെ നേച്ചർ അനുസരിച്ച് പെർമനൻറ്റ് റെസിഡൻസിക്കും സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പോയിട്ട് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. $25 പോവുള്ളൂ. നമുക്ക് സ്പോൺസർഷിപ്പ് ഇല്ലാതെ, ആരുടെയും സഹായമില്ലാതെ ഒരു വിസ കിട്ടാനുള്ള അവസരമാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹയർ സെക്കൻഡറിക്ക് ശേഷം 2 വർഷത്തെ ഒരു കോഴ്സ് പഠിച്ചിരിക്കണമെന്നാണ് വെബ്സൈറ്റിലൂടെ പറയുന്നത്. ജൂലൈ 4-ാം തീയതി ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അവിടെ കാഷ്വൽ ജോബ്സ്, അതുപോലെ ഫാംസിൽ ഹോസ്പിറ്റാലിറ്റി ജോബ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ആ ജോബിൻ്റെ നേച്ചർ അനുസരിച്ചാണ് നിങ്ങൾക്ക് വിസ 2nd ഇയറിലേക്കും അതുപോലെ ഒരു 3rd ഇയർ വിസയും കൂടി നിങ്ങൾക്കൂടെ കിട്ടുന്നത്. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം, 4 മാസം അവിടെ പഠിക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇങ്ങനെ പലവിധ സവിശേഷതകളും ഈ വിസയ്ക്കുണ്ട്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസയ്ക്ക് ചില ഡോക്യുമെൻറ്റ്സ് അത്യാവശ്യമാണ്. അതിന് $5000 നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. അതുകൂടാതെ ക്യാരക്ടർ ചെക്കപ്പ്, ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും കിട്ടുമെന്ന് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും വിസ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ. സീ യു, ബൈ.